അപ്പോൾ ഗായ്സ്, ഇതാണ് മഹേന്ദ്രയുടെ വെർട്ടിയോ ആണ് വരുന്നത്. അപ്പോൾ ഇത് EV ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ ചുരുക്കമാണുള്ളത്. കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതർ സ്റ്റേറ്റ് വണ്ടിയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇത് വണ്ടിയായിരുന്നു, ഇതിപ്പോൾ കേരള ആക്കിയതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് യൂസ് ചെയ്യാം. 1,50,23 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? അപ്പോൾ ചേട്ടാ, ഇതിന്റെ റേഞ്ച് ഒക്കെ എങ്ങനെ വരുന്നത്? റേഞ്ച് ഒരു 110 റേഞ്ച് വരും. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ മറ്റേ EVയുടെ കൂട്ട് അങ്ങനെ കൊണ്ട് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുമോ? ഫാസ്റ്റ് ചാർജിങ് അലൗഡ് ആണ്, പക്ഷേ അതിന്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്തില്ല. പഴയ ഒരു 16 മോഡൽ വണ്ടിയാണ്. വണ്ടിയായിട്ട് സോഫ്റ്റ്വെയർ ഇച്ചിരി പ്രശ്നം വരുന്നുണ്ട്. കയറും, പക്ഷേ കട്ട് ഓഫ് ആയി പോകും. 1 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഓഫ് ആയി പോകും. 110 വരെ സ്പീഡ് കിലോമീറ്റർ കയറുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ അതുപോലെ ഡൗൺ ആവുന്നുണ്ടല്ലേ? പെട്ടെന്ന് ഡിസ്ചാർജ് ആയി പോകും ബാറ്ററി ഇല്ലേ? അപ്പൊ ഇത് ബാറ്ററിക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും? ബാറ്ററിക്ക് വാറണ്ടി എടുക്കുന്ന ഒരു വർഷം കൊണ്ട് അവിടുത്തെ വാറണ്ടി കമ്പനി വാറണ്ടി വരും. 2016 ആയില്ലേ, ഇപ്പൊ വാറണ്ടി എല്ലാം പോയി, എല്ലാം കഴിഞ്ഞിരിക്കുവാണ്. അപ്പൊ നിലവില് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 110 കിലോമീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വാഹനത്തിനകത്ത്. 110 കിലോമീറ്റർ കിട്ടും. ഒരു ഒറ്റ സ്ട്രെച്ചിൽ പോകണം. എന്താ പറഞ്ഞാൽ ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറയും. ചവിട്ടിയൊക്കെ കുറച്ച് വണ്ടി ഇച്ചിരി കണ്ടീഷൻ കുഴപ്പമാണ്. അപ്പൊ അതുകൊണ്ട് മാത്രം ഇച്ചിരി ബാറ്ററിക്ക് ഒരു ഡിലേ വരുന്നുണ്ട് ചാർജിൽ. അപ്പൊ ഇതിന്റെ റൂഫിൽ കുറെ ഇതൊക്കെ ഇരിക്കുന്നത് എങ്ങനെ? അത് ഓട്ടോമാറ്റിക് ഡ്രൈവർലെസ് ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ എങ്ങനെ നോക്കിക്കൊണ്ട് റോഡ് മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ക്യാമറ കാര്യങ്ങളൊക്കെ അത് റോഡ് മാപ്പിങ്ങിന് വേണ്ടി ചെയ്തിട്ടുള്ള ഏരിയ. അപ്പൊ അധികം ആരും ഈ ഒരു വാഹനം അങ്ങനെ കേരളത്തിൽ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ റെയറാണ്. പെട്രോൾ ഡീസൽ വേരിയന്റ് ഇറങ്ങിയിട്ടുണ്ട്. ഡീസലും പെട്രോളും വരുന്നുണ്ട്. പക്ഷെ EV എന്നുള്ളൊരു ഇലക്ട്രിക് വണ്ടി അങ്ങനെ കുറവാണ്. ഇന്ത്യ കുറവാണ്. ചുരുക്കം ഒരു ടെസ്റ്റിന് വേണ്ടി ഇറക്കിയതാന്ന് തോന്നുന്നു ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിനകത്തൊരെണ്ണമാണ് നമ്മുടെ കയ്യിൽ പോയിരിക്കുന്നത്. കേരളത്തിലല്ല ഈ ഒരു വാഹനം വേറെ കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റിയിട്ടുണ്ട്. കൊച്ചിയിലൊക്കെ പോവാണെങ്കിൽ മാത്രം കാണാൻ പറ്റിയ. ടാക്സി പർപ്പസ് ആയിരിക്കും ചിലപ്പോ മിക്കത് അല്ലേ? ടാക്സി ആയിരുന്നു ഈ വണ്ടി. ടാക്സി ആയിരുന്നു എടുത്തത് ഡൽഹിയാണ്. റിസർച്ചിന്റെ ഇത് നമുക്കിപ്പോ ഈ ഓട്ടോ ഡ്രൈവിന്റെ റിസർച്ച് നടന്നുകൊണ്ട് മാത്രം യൂസിങ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെയാണ് നമുക്ക് ഈ മുകളിൽ വണ്ടിയുടെ ആന്റിന പോലെ എല്ലാം ഇരിക്കുന്നത്. ഫ്രെയിം ആണ്. ഓക്കെ. അപ്പൊ ശരി ചേട്ടാ, എന്തായാലും കണ്ടതിൽ സന്തോഷം.